Welcome to my YouTube channel. This is Learner Sport. Today I am sharing you a video about how to find the volume of a right circular cylinder. അപ്പോൾ നമ്മൾ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വോളിയം എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യാം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ 3-dimensional ഷേപ്പ് ഓർ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് വോളിയം. അതായത് ഒരു സോളിഡ് ഷേപ്പിൻ്റെ ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിനെ, സോളിഡ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 dimensions ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അങ്ങനെയുള്ളൊരു സോളിഡ് ഷേപ്പ് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസിനെയാണ് അതിൻ്റെ വോളിയം എന്ന് പറയുക. ആ വോളിയം കണ്ടുപിടിക്കാൻ ഈ 3 dimensions മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ഏതൊരു സോളിഡ് ഷേപ്പിൻ്റെയും വോളിയം. ഇനി നമ്മൾ സിലിണ്ടർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സോളിഡ് ജനറേറ്റഡ് ബൈ ദ റെവല്യൂഷൻ ഓഫ് എ റെക്റ്റാങ്കിൾ. അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് സൈഡ്സ് ഈസ് കോൾഡ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ. അതായത് ഒരു റെക്റ്റാങ്കുലർ പ്ലെയിൻ ഫേസ് അതിൻ്റെ ഒരു സൈഡിനെ ബേസ് ആക്കി വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ആക്സിസ് ആക്കി വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഫോംസ് എ സിലിണ്ടർ. ആൻഡ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഹാസ് എ 2 congruent പ്ലെയിൻ ഫേസസ് വിച്ച് ആർ സർക്കുലർ ആൻഡ് എ കർവ്ഡ് ഫേസ്. ഇതാണ് അതിൻ്റെ ഫിഗർ. അതായത് ഈ യെല്ലോ കളറിൽ കാണിച്ച ഈ റെക്റ്റാങ്കുലർ ഫേസ് അതിൻ്റെ ഈ സൈഡിനെ ആക്സിസ് ആക്കി വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ക്ലോക്ക് വൈസിലോ ആൻറ്റി ക്ലോക്ക് വൈസിലോ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ യെല്ലോ ഫേസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് എ സിലിണ്ടർ. അതിലെ ഈ 2 ഫേസ്, ഈ 1 and 2 ആണ് അതിൻ്റെ, ഇതാണ് 1 and 2 ആണ് അതിൻ്റെ കോൺഗ്രുവൻറ്റ് പ്ലെയിൻ ഫേസസ്. പിന്നെ അതിനൊരു സർക്കുലർ ഫേസ് ഉണ്ട്. ദിസ് ഇസ് ദ കർവ്ഡ് സർഫസ്, ലാറ്ററൽ കർവ്ഡ് ഫേസ് ആണ് ഈ 3rd സർഫസ്. അപ്പോൾ ഈ നമ്മൾ കൺസിഡർ ചെയ്ത ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആണ് നമ്മളെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ഈ റെക്റ്റാങ്കിൾ, അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ആയിരിക്കും നമ്മളെ റേഡിയസ് ഓഫ് ദ സിലിണ്ടർ. ഇങ്ങനെ നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. ഇനി എന്താണ്? ഓർ ഇറ്റ് ക്യാൻ ബി സീൻ ആസ് എ കളക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ കോൺഗ്രന്റ് ഡിസ്ക്സ് സ്റ്റോക്ഡ് വൺ എബവ് അനദർ. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് കുറേ പ്ലെയിൻ സർക്കുലർ ഡിസ്കുകൾ അടുക്കി മേലെ വെച്ച് എച്ച് ഹൈറ്റിൽ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് എ സിലിണ്ടർ. അങ്ങനെയും നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ 2 രീതിയിൽ നോക്കിയാലും വോളിയം ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ എന്തായിരിക്കും? ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് ദ ബേസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആൻഡ് എച്ച് ബി ഇറ്റ്സ് ഹൈറ്റ്. ദെൻ വോളിയം ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഇറ്റ്സ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഇറ്റ്സ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഏരിയ ഓഫ് ഇറ്റ്സ് ബേസ് എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർക്കിളാണ്. സ്റ്റോക്ക് ഓഫ് സർക്കിളാണ് സിലിണ്ടർ അല്ലേ. കുറേ സർക്കിൾസ് സ്റ്റോക്ക് ചെയ്ത് അത് ഒരു ഹൈറ്റിൽ സ്റ്റോക്ക് ചെയ്യുമ്പോഴാണ് അതൊരു സിലിണ്ടറായി ഫോം ചെയ്യുന്നത്. അപ്പം ബേസ് ഒരു സർക്കിൾ വിത്ത് റേഡിയസ് ആണ്. അപ്പം ബേസിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് πr² ആണ്. ഇഫ് ആർ ഈസ് ദ റേഡിയസ് ആണെങ്കിൽ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ πr² ആണ്. ഇൻറ്റു ഹൈറ്റ്, എച്ച് ഹൈറ്റിലാണ് നമ്മൾ ആ സർക്കിൾസ് സ്റ്റോക്ക് ചെയ്തത്. സോ πr² ഇൻറ്റു എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു πr² എച്ച്. ഇങ്ങനെയാണ് വോളിയം πr² എച്ച് ആയി മാറിയത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് ദ ഹൈറ്റ് ആൻഡ് റേഡിയസ് ഓഫ് എ സിലിണ്ടർ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 7:4. ഇഫ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് 22,528 cm3, then find its height. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് height is to radius is equal to, that is 7:4 ആണ്. അപ്പം നമുക്ക് ഹൈറ്റിനെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 7x. എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടറാണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഫാക്ടറാണ് എക്സ്. സോ ഹൈറ്റ് 7x റേഡിയസ് എന്ന് പറയുന്നത് 4x ആയിരിക്കും. അതായത് കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴാണ് ഈ റേഷ്യോ ഫോമിലേക്ക് മാറുക. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4x. അപ്പോൾ 7x and 4x കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു πr² എച്ച്. ഈ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. പൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 22/7 ആണ് അല്ലേ. 22/7 ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ 4x² ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 7x.
ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 7ഉം ഈ 7ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. 4ൻ്റെ സ്ക്വയർ 16. സോ 22 ഇൻറ്റു 16x² ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 22,528 സെൻറ്റിമീറ്റർ ക്യൂബ്. 22,528 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 352 എക്സ് ക്യൂബ് എന്ന് കിട്ടും. x² ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 22,528 cm³ ആയി. Therefore x³ ഈസ് ഈക്വൽ ടു 22,528 by 352 cm³ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 64 എന്ന് കിട്ടും. 64 cm³. അപ്പം എക്സിൻ്റെ ക്യൂബ് റൂട്ട് എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 64 ആണ്. എക്സ് ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 64 സെൻറ്റിമീറ്റർ ക്യൂബ്. സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ ക്യൂബ് റൂട്ട് സെൻറ്റിമീറ്റർ തന്നെ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു x is equal to constant is equal to 6 cube root of 64. That is equal to what? It is equal to 4. Therefore height is equal to 7x. ഇത് സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ x. So 7 into this 4 centimeter. So 7 into 4 is equal to 28 centimeter is the answer. ഇവിടെ സെൻറ്റിമീറ്റർ ക്യൂബ് ഇട്ടാലും കുഴപ്പമില്ല. സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ ക്യൂബ് റൂട്ടാണ് 4 centimeter. So height is equal to 7 into x. That is 7 into 4 centimeter is equal to 28 centimeter. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ സെൻറ്റിമീറ്റർ എന്ന് വേണ്ട, പകരം എച്ചിനെയും സെൻറ്റിമീറ്റർ എന്ന് കൺസിഡർ ചെയ്യണം, ആറിനെയും നമ്മൾ എക്സ്ട്രാ സെൻറ്റിമീറ്റർ എന്ന് കൺസിഡർ ചെയ്യണം. അതൊന്നും ഇപ്പോൾ നോക്കണ്ട. ദാറ്റ് ഈസ് ഈക്വൽ ടു 28 centimeter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റേഡിയസ് ഓഫ് എ സിലിണ്ടർ ഈസ് ആർ ആൻഡ് ദ ഹൈറ്റ് ഈസ് എച്ച്. റേഡിയസ് ആർ ആണ്, ഹൈറ്റ് എച്ച് ആണ്. ദെൻ ഫൈൻഡ് ദ ചേഞ്ച് ഇൻ ദ വോളിയം ഇഫ് ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഹൈറ്റ് ഈസ് ഡബിൾഡ്. ഹൈറ്റ് ഡബിൾ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൈറ്റ് ഈസ് ഡബിൾഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ. സോ ഹൈറ്റ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ h1 എന്ന് കൊടുക്കാം. h1 ഈസ് ഈക്വൽ ടു ഡബിൾഡ് 2h ആവും. ദെൻ വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു πr² h1. അതായത് ന്യൂ h പുതിയ ഹൈറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇക്വേഷനിൽ എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു r² ഇൻറ്റു h ഡബിൾ ചെയ്തു 2h ആയി മാറി. അതായത് ഹൈറ്റ് ഡബിൾ ചെയ്തപ്പോൾ പുതിയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2h ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 2πr²h. അപ്പം നോർമൽ വോളിയം എന്ന് പറഞ്ഞാൽ πr²h ആണ്. ന്യൂ വോളിയം, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നോർമൽ വോളിയം ഈസ് ഈക്വൽ ടു πr²h. ന്യൂ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2πr²h. അപ്പോൾ എന്ത് പറ്റി? ഹിയർ ദ വോളിയം, ദർഫോർ വോളിയം ഈസ് ഡബിൾഡ്. ഫസ്റ്റ് കണ്ടീഷനിൽ വോളിയം, അതായത് ഹൈറ്റ് ഡബിൾ ചെയ്തപ്പോൾ വോളിയം ഡബിൾ ചെയ്തു. ഇനി സെക്കൻഡ് ഓപ്ഷൻ, അതായത് ബീത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഈസ് ഡബിൾഡ്. ഹൈറ്റ് ഈസ് ഡബിൾഡ് ആൻഡ് റേഡിയസ് ഈസ് ഹാഫ്ഡ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? h1 എന്ന് പറയുന്നത് 2h ആയി മാറി, r1 എന്ന് പറയുന്നത് r/2 ആയി മാറി. ഇങ്ങനെ ചേഞ്ച് വന്നു. അപ്പോൾ നമുക്കിനി വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം πr1² h1. ഇങ്ങനെയാണ്. ന്യൂ r എന്ന് പറഞ്ഞാൽ r1 ആണ്, ന്യൂ h എന്ന് പറഞ്ഞാൽ h1 ആണ്. സോ π ഇൻറ്റു r1 എന്ന് പറഞ്ഞാൽ എന്താ? r/2. അതായത് റേഡിയസ് ഹാഫായി, സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്തായി? ഹൈറ്റ് ഡബിൾ ചെയ്തു 2h. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു πr²/4. ആറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
ആർ സ്ക്വയർ 2 സ്ക്വയർ ചെയ്യുമ്പോൾ അതായത് എക്സ് ബൈ വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ആണ്. സോ ആർ സ്ക്വയർ ബൈ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2h. അപ്പോൾ ഈ 2ഉം ഈ 4ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ പൈ ആർ സ്ക്വയർ എച്ചും 4/2 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 വരും. അതായത് 2/4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്തായി? നോർമൽ വോളിയം ഈസ് ഹാഫ്ഡ്. അപ്പോൾ ഇവിടെ വോളിയം ഈസ് ഹാഫ്ഡ്, അതായത് വോളിയം രണ്ടാമത്തെ കണ്ടീഷനിൽ വന്നപ്പോൾ ഹാഫായി മാറി. ഇനി സി എന്താണ്? ഹൈറ്റ് സെയിം ആയിട്ട് നിൽക്കും, ഹൈറ്റ് റിമെയിൻസ് ദ സെയിം ആൻഡ് റേഡിയസ് ഈസ് ഹാഫ്ഡ്. ഇതാണ് ലാസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഹൈറ്റ് ന്യൂ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഇറ്റ് സെൽഫാണ്, ന്യൂ ആർ എന്ന് പറഞ്ഞാൽ r/2 ആണ്. അപ്പോൾ ദെയർഫോർ വോളിയം എന്തായിരിക്കും? വോളിയം ഈസ് ഈക്വൽ ടു പൈ r1 സ്ക്വയർ h1, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു r1 എന്ന് പറഞ്ഞാൽ r/2 ഹോൾ സ്ക്വയർ ഇൻറ്റു h1 എന്ന് പറഞ്ഞാൽ h ഇറ്റ് സെൽഫാണ്, hനെ മാറ്റില്ല. ദെയർഫോർ പൈ r സ്ക്വയർ ബൈ 4h. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മളെ നോർമൽ വോളിയം പൈ r സ്ക്വയർ h എന്ന് ഒന്നിച്ച് എഴുതുക ബൈ 4. അപ്പോൾ 1/4 ഓഫ് ദ നോർമൽ വോളിയം. അപ്പം ദെയർഫോർ 1/4 ഓഫ് ദ ഒറിജിനൽ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് 3 കണ്ടീഷനിലുള്ള ചേഞ്ച്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ തിക്നെസ് ഓഫ് എ ഹോളോ മെറ്റാലിക് സിലിണ്ടർ ഈസ് 2 cm. ഇറ്റ് ഈസ് 70 cm ലോങ് വിത്ത് ഔട്ടർ റേഡിയസ് ഓഫ് 40 cm. അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് തൊട്ട് ഇത്രയാണ് 14. Then find the volume of the metal used in making the cylinder, assuming that it is open at both ends. Also find its weight if the metal weight is 8 gram per centimeter cube. അപ്പോൾ ഔട്ടർ സിലിണ്ടർ, അതായത് ഈ ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഇത്രയും ഭാഗമായിരിക്കും അതിൽ മെറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക, ബാക്കി ഉൾഭാഗം ഹോളോ ആയിരിക്കും. അപ്പോൾ ഈ ഇന്നറായിട്ടുള്ള ഈ ഏരിയ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഔട്ടർ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടിട്ട് ഈ ഹോളോ ആയിട്ടുള്ള ഇന്നർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ മെറ്റൽ യൂസ് ചെയ്ത ഇത്രയും തിക്നെസ് ഉള്ള ഭാഗത്തിൻ്റെ വോളിയം കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? R1 ഔട്ടർ റേഡിയസ് ആണ് R1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഔട്ടർ റേഡിയസ് ഈസ് ഈക്വൽ ടു R1. ഔട്ടർ റേഡിയസ് ഈസ് R2 ആൻഡ് ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് R1. R1 ഈസ് ദ ഇന്നർ റേഡിയസ് ആൻഡ് R2 ഈസ് ദ ഔട്ടർ റേഡിയസ്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് R2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 14 cm എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇതാ ഔട്ടർ റേഡിയസ് ഓഫ് 14 cm എന്ന് തന്നിട്ടുണ്ട്. ഇന്നർ റേഡിയസ് നമുക്കറിയില്ല. ഇന്നർ ആയിട്ടുള്ള ഹോളോ ഭാഗത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മെറ്റാലിക് സിലിണ്ടറിൻ്റെ തിക്നെസ് ഇത്രയും ഭാഗം 2 ആണെന്ന്. അപ്പോൾ ഇതെന്തായിരിക്കും? 14 മൈനസ് 2 ആയിരിക്കും. 14 മൈനസ് ഈ 2 ആയിരിക്കും ഇന്നർ സിലിണ്ടറിൻ്റെ റേഡിയസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു R1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? R1 ഈസ് ഈക്വൽ ടു 14 മൈനസ് തിക്നെസ് ഓഫ് ദ സിലിണ്ടർ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 cm ആയിരിക്കും. ഇനി നമുക്ക് വോളിയം ഓഫ് ദ മെറ്റൽ യൂസ്ഡ്. അപ്പം വോളിയം ഓഫ് മെറ്റൽ യൂസ്ഡ് എന്തായിരിക്കും? വോളിയം ഓഫ് ദ മെറ്റൽ യൂസ്ഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? വോളിയം ഓഫ് ഔട്ടർ സിലിണ്ടർ, വലിയ സിലിണ്ടറിൻ്റെ വോളിയത്തിൽ നിന്ന് നമ്മൾ ഹോളോ സിലിണ്ടറും മൈനസ് ചെയ്താൽ മതി. ഹോളോ സിലിണ്ടർ വോളിയം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തിക്നെസ്, അതായത് എത്ര ഭാഗത്ത് മെറ്റൽ ഉണ്ടെന്ന് നമുക്ക് കിട്ടും. അപ്പം ഔട്ടർ സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പൈ R2 സ്ക്വയർ h മൈനസ് ഹോളോ സിലിണ്ടർ എന്താണ്? ഇന്നർ റേഡിയസ് പൈ R1 സ്ക്വയർ h.
ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടർ പൈയും എച്ചും ഉണ്ട്. അത് പുറത്തേക്ക് എഴുതിയാൽ R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ ആയി. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് 70. അപ്പം നമുക്ക് 70 എഴുതാം ഇവിടെ. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റും ലെങ്ത് ഓഫ് ദ സിലിണ്ടറും സെയിം തന്നെയാണ്. ഹൈറ്റ് ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ 14 സ്ക്വയർ മൈനസ് നമ്മൾ മറ്റത് കണ്ടുപിടിച്ചു 14 മൈനസ് 2 ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 22 ഇൻറ്റു 70/7 എന്ന് പറഞ്ഞാൽ 10 മാത്രം ഉണ്ടാവും. 14 എന്ന് പറഞ്ഞാൽ 14 സ്ക്വയർ 196 ആണ്. ഇത് 144 ആണ്. ഇനി ഇത് മൈനസ് ചെയ്യുമ്പോൾ 22 ഇൻറ്റു 10 ഇൻറ്റു ദിസ് ഇസ് ഈക്വൽ ടു 52. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11440 സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം. ഇനി നമുക്ക് എന്താ, വെയിറ്റ് ഓഫ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് മെറ്റൽ എത്രയാണ്, 8 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. ഇഫ് ദ മെറ്റൽ വെയിറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് 8 ഗ്രാം. 8 ഗ്രാം ആണ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് മെറ്റലിൻ്റെ വെയിറ്റ്. വെയിറ്റ് ഓഫ് 1 cm ക്യൂബ് metal is equal to 8 gram. Therefore 11,440 centimeter cube weight is equal to 11,440 into 8, that is equal to 91,520 gram. ഇത്രയും എക്സാമ്പിൾസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊരു നല്ല വീഡിയോ കാണാം.